मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അല്ല, വെള്ളം എങ്ങോട്ടാണ് പോയത്? പ്രഷർ കുറവാണല്ലോ. ശവരൊന്ന് ഫാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മേഡം, വെള്ളം വരുന്നില്ല. എന്തൊരു ചൂടാണിത്! അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയധികം വെള്ളമോ? എന്തായാലും ഒന്ന് കുളിക്കാം. സംശയമുണ്ടോ? പട്ടണത്തിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്. അങ്ങേടത്ത് ഇത്രമാത്രം വെള്ളമുണ്ടല്ലോ. ഇരകളെല്ലാം താഴേക്ക് കൊഴിഞ്ഞു. പോണ്ടിലുള്ള വെള്ളവും കാണാതെ പോയിരിക്കുന്നു. മേഡം, നമുക്കും പോയി വെള്ളം കൊണ്ടുവരാം. നമ്മളിപ്പോ റെഗിസ്ഥാനിലുള്ള പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഈ വർഷം എന്തായാലും ചൂട് കുറച്ച് കൂടുതലാ. ഈ സൗണ്ട് എവിടെ നിന്ന് വരുന്നു? ഓ തന്നെ സാറേ, അങ്ങയുടെ വീട്ടിൽ ഇത്രയും വെള്ളം എവിടെന്നാ കിട്ടുന്നത്? സർവീസ് ചെയ്ത് വെച്ചാൽ വണ്ടി നേരെ ചെല്ലും. ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങി ഒരു ടാങ്ക് വെള്ളം. അടികൈ. ആരുടെ അടുത്ത് നിങ്ങൾ വെള്ളം വാങ്ങിയത്? പിങ്കു ചിക്ന സിംഗ്. അയാൾക്ക് എവിടുന്ന ഇത്രയധികം വെള്ളം കിട്ടുന്നത്? നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ചെടിക്കിടണം വളം. പിങ്കുവിന്റെ ഫാം ഹൗസിലുണ്ട് ഒരു വലിയ കുളം. അടികൈ. കുളമോ? മേഡം, നമുക്കും പോയി വെള്ളം കൊണ്ടുവരാം. വേഗം നിങ്ങൾ മതിൽ ചാടിക്കോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയധികം വെള്ളമോ? നല്ല തണുത്ത വെള്ളം. ഈ ചൂട് ശമിപ്പിക്കാൻ ഏക മാർഗം ഇതേ ഉള്ളൂ. അടിച്ചു പൊളിക്കാനുള്ള സമയം എത്തിപ്പോയി. ഹണി, ഹണി ബണി, അങ്ങോട്ട് നോക്ക്. ഹണി ഓടിക്കോ, ഹണി ഓടിക്കോ. കൊച്ചളിയാ, വെള്ളത്തിൽ എങ്ങനെയാ ഓടുക? വേണമെങ്കിൽ നീന്താ. അത് തന്നെയാ പറഞ്ഞത്. കരയുടെ അടുത്തേക്ക് ചെല്ല്. ഇന്നിവർ രണ്ടുപേരും രക്ഷപ്പെടുകയില്ല. സംശയമുണ്ടോ? എന്നാൽ ഷാർക്ക് എങ്ങനെയാണ് കുളത്തിലെത്തിയത്? അത് കൊണ്ടുവന്നത് ഞാനാണ്. കൊച്ചളിയാ, പേടി കാരണം എനിക്ക് എല്ലാം നാലായിട്ട് കാണുന്നു. നാലായിട്ട് കാണുന്നത് അല്ലടാ, 4 സ്രാവുണ്ട്. സാർ പ്ലീസ് ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കൂ. Sharks stand down. Sharks out. Oh.
തനിക്ക് നാണമില്ലേ? ഇങ്ങനെയാണോ തമാശ കളിക്കുന്നേ? ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നെങ്കിലോ? ഇതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ബോഡി ഗാർഡ്സാ, ഓർമ്മയിരിക്കട്ടെ. നിന്റെ കളി എന്നോട് വേണ്ട മോനെ. ഞങ്ങൾ അങ്ങേ കാണാൻ വേണ്ടിയാണ് വന്നത്. സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. എന്റെ ഫാം ഹൗസിലേക്ക് എന്നെ കാണാനല്ലേ വരുള്ളൂ. അതിലെന്താ സംശയം? ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അങ്ങേക്ക് സംശയമുണ്ടോ? സാർ, പട്ടണത്തിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്. അങ്ങേടത്ത് ഇത്രമാത്രം വെള്ളമുണ്ടല്ലോ, കുറച്ചൊന്നും തരൂ. എടുത്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. വാ, നമുക്ക് ഇവിടെയുള്ള വെള്ളം മുഴുവൻ എടുത്ത് വെള്ളമില്ലാത്തവർക്ക് കൊടുക്കാം. അതെ, പിന്നെ ഒരു ടാങ്ക് വെള്ളത്തിന് 12,000 രൂപ. ആ കാശ് തന്നിട്ട് എത്ര ടാങ്ക് വെള്ളം വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. മാഡം, വെള്ളത്തിന് വേണ്ടി 12,000 രൂപ ചോദിക്കുകയാണ്. എന്ത്? 12,000 രൂപയോ? ഇതൊക്കെ കൊള്ളയാണ്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏപ്രിലാണ്. പിങ്കു ഒരു പെരും കള്ളനാണ്, വാട്ടർ മാഫിയാണ്, അടികൈ. എങ്കിൽ അവനെതിരായിട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യണം. പൂവിരിഞ്ഞാൽ വരും നല്ല കറുത്ത വണ്ട്. പിങ്കുവിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ആൾക്കാരുണ്ട്, അടികൈ. എന്തൊക്കെയാണെങ്കിലും ശരി, ആ വെള്ളം നമുക്ക് വേണം. ആ വെള്ളം നമുക്ക് എടുക്കണം, അതും സൗജന്യമായി. എങ്ങനെ? എടാ ബനി, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് ഈ ചൂടില്. നമുക്ക് ഇവിടെ ഒരു കുഴി കുഴിക്കാം. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ പ്ലാൻ? ഇവിടെ കുഴിക്കുന്നോണ്ട് എന്ത് കിട്ടാനാണ്? ഇതെന്തോ മണ്ടത്തരമെന്നാ എനിക്ക് തോന്നുന്നേ. ഇത് കുഴിച്ചാലൊന്നും വെള്ളം കിട്ടുകയില്ല. പിന്നെന്തിനാ കുടിക്കുന്നത്? നമ്മൾ ഇവിടെ നിന്നും ഒരു ടണൽ പിങ്കുവിന്റെ കുളത്തിലേക്ക് കുഴിക്കും. ആ വെള്ളം നേരെ ഇവിടെ വരും. പിടിച്ചോ ISA. ഒത്തുപിടിച്ചോ ഐലേസ. ഗോസ്, നീ പണി തുടങ്ങിക്കോ. നമ്മൾ ഇവിടെ നിന്നും ഒരു ടണൽ പിങ്കുവിന്റെ കുളത്തിലേക്ക് കുഴിക്കും. എടാ വേഗം വരുന്നടാ. എത്തിപ്പോയി. ഓടിക്കോ, വെള്ളം വരുന്നുണ്ടേ. വെള്ളം വരുന്നു വരുന്നു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വാട്ടർ മാഫിയയുടെ വെള്ളം തന്നെ മോഷ്ടിക്കുന്നോടാ. എന്തൊരു ധൈര്യം നിനക്കൊക്കെ. ഞങ്ങൾ ഒരു മോഷണവും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങളുടെ വെള്ളമാണ്. സംശയമുണ്ടോ? എന്റെ വെള്ളം നിങ്ങൾ എടുത്തു. ഇനി നിങ്ങളുടെ എല്ല് എന്റെ ആൾക്കാർ ഊരിയെടുത്തോളും. അത് ശരി. എങ്കിൽ വേഗം വാ, ഒരു കൈ നോക്കാം. അയ്യോ അയ്യോ. യവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാളിയാ. എടാ, വാട്ടർ മാഫിയ, ഇനി ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാം. എന്നെ പാഠം പഠിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല, മനസ്സിലായോ? എല്ലാവരും വഴക്ക് നിർത്തൂ. യുവന്മാരെല്ലാം അറസ്റ്റ് ചെയ്യ്. എന്തിനാണ് ഒരാവശ്യമില്ലാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്? നീ വാട്ടർ മാഫിയാണ്. ബ്ലാക്കിൽ നീ വെള്ളം വിൽക്കുകയാണ്. അതിന് തെളിവുകളുണ്ടോ?
ഒരു ടാങ്കർ വെള്ളത്തിന് 12,000 രൂപ തരണം. ഇതാണ് തെളിവ്. നല്ല പഴയ കഥകൾ പറഞ്ഞു തരും മുത്തശ്ശി. നിന്റെ അടുത്തുനിന്ന് ടാങ്കർ വെള്ളം വാങ്ങിച്ചതിന് ഞാൻ സാക്ഷി. അടികൈ. ഇതാണ് ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്. ഇതിൽ പറയുന്നത് ആ ഫാം ഹൗസിന്റെ പ്രോപ്പർട്ടി ഇല്ലീഗൽ എന്നാണ്. ഈ പ്രോപ്പർട്ടി മുഴുവൻ സർക്കാരിന്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുളവും സർക്കാരിന്റേതാണല്ലേ? അതെ. നിങ്ങൾ കാരണമാണ് ഇവനെ ഇന്ന് നമുക്ക് പിടികൂടാൻ കഴിഞ്ഞത്. ഇനി ഈ പട്ടണം മുഴുവൻ സൗജന്യമായി വെള്ളം കൊടുക്കാൻ കഴിയും. വെരി ഗുഡ്. അതെ ബായ്, ബണ്ണിയുടെ ഐഡിയ എന്തായാലും കലക്കി.